ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെ ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഫോട്ടോ എടുക്കാൻ വന്ന ചെറിയ കുട്ടിയോട് നവ്യ നായർ കാണിച്ച അവഗണന എന്ന രീതിയിലും അതുപോലെ തന്നെ താരജാട എന്നും പല രീതിയിൽ ഈ വീഡിയോ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഒരൊറ്റയടിക്ക് കാണുമ്പോൾ താരജാടയാണോ നമ്മുടെ നവ്യ നായർക്ക് എനിക്ക് വരെ തോന്നിപ്പോയി. അത്രയ്ക്കും ദേഷ്യത്തിൽ നവ്യ നായർ ആ കുട്ടിയെ പറഞ്ഞയക്കുന്നു. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു നിൽപ്പാണ് നവ്യ നായർ അവിടെ നിൽക്കുന്നത്. നവ്യ നായർ ശരിക്കും ഒരു ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ആ ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുട്ടി നവ്യ നായരോട് വന്നിട്ട് ഒരു സെൽഫി ചോദിക്കുന്നത്. എന്തോ കുട്ടിയുടെ ചവിട്ടിൽ നവ്യ നായർ പറയുന്നു. കുട്ടി പേടിച്ചിട്ട് ഓടിപ്പോകുന്ന മാതിരി അങ്ങോട്ട് പോകുന്നു. അതാണ് ചർച്ചാ വിഷയം. വ്യാപകമായ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നമ്മുടെ നവ്യ നായർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ വെച്ചുകൊണ്ടിട്ട് വളരെ മോശകരമായ കമൻറ്റ് എന്ന് പറഞ്ഞാൽ, വളരെ ഡാൻസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കാല് തളർന്നു പോകണം എന്നിവരെ ഉള്ള അത്രയ്ക്കും മോശകരമായ കമൻറ്റുകൾ വരെ ഈ വീഡിയോക്ക് താഴെ വരുന്നു. അതിൽ മനന്നൊന്നുകൊണ്ട് അവസാനം നിവൃത്തിയില്ലാതായപ്പോൾ നവ്യ നായരും അതുപോലെ തന്നെ ഈ ഫോട്ടോ എടുക്കാൻ വന്ന ആ കൊച്ചു മകളും അവരുടെ അമ്മയും ചേർന്നുകൊണ്ട് ഒരു വീഡിയോ സമൂഹത്തിലേക്ക് ഇറക്കേണ്ട സ്ഥിതി വരെ വരികയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ലൈഡ് അല്ലെ ചെറിയ ഈ വീഡിയോൻ്റെ ഒരു കട്ട് മാത്രം കണ്ടുകൊണ്ട് നവ്യ നായരെ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടു. ശരിക്കും ഓൺലൈൻ മീഡിയകൾ അങ്ങനെയാണ്. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ഒരു പിക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ മാത്രം അവരെടുക്കുന്നു, അതിനൊരു ക്യാപ്ഷൻ കൊടുക്കുന്നു, അതിനൊരു ട്യൂണ് കൊടുക്കുന്നു. അങ്ങനെ ഒരു 10 ലക്ഷം 20 ലക്ഷം ആൾക്കാരാണ് ഈ ഒരു ദിവസം കൊണ്ട് ഈ വീഡിയോ കണ്ടത്. അതിൻ്റെ താഴത്ത് 10,000-കണക്കിന് കമൻറ്റുകളും അതിലൊറ്റൊന്നു പോലും നവ്യ നായരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശരിവെച്ചുകൊണ്ടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് സങ്കടം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് ആ കുട്ടിയുടെ അമ്മ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കാം. അതൊന്നും ഒരു തെറ്റുണ്ടായിട്ടില്ല. നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. മോള് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഇതിനെ കുറിച്ച് വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല. എന്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അമ്മ പറയുന്നത് കേട്ടില്ല. ഇതാണ് സംഭവം. യഥാർത്ഥത്തിൽ ആ കുട്ടിയോട് ആ നവ്യ നായർ പറയുന്നത്, നീ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വാ, നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്നാണ് നവ്യ നായർ പറഞ്ഞത്. ആ കൂട്ടുകാരികളെ കൂട്ടാൻ വേണ്ടി ഓടുന്ന സീനാണ് നമ്മൾ കണ്ടത്. പക്ഷേ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണ് എന്നുള്ളതാണ്. ഈ ഓൺലൈൻ മീഡിയക്കാർ അങ്ങനെയാണ്. അവർക്ക് ചില ഓൺലൈൻ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് കാര്യവും അവർ അങ്ങനെ പടച്ചു വിടും എന്നുള്ളതാണ്. നവ്യ നായർ പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്തരം ഒരു രംഗത്തേക്ക് വന്ന ഒരു നടിയാണ്. അതുകൊണ്ട് ഈ ഫോട്ടോ എടുക്കാനും അതിനോടുള്ള ഉത്സാഹവും അതുപോലെ തന്നെ അത് കാണാനുള്ള ആഗ്രഹവും എല്ലാം ഇത്രത്തോളമാണെന്ന് എനിക്കറിയാമെന്ന് പല മീഡിയകൾ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ അമ്മ അറിയുന്നത് അവരുടെ ഒരു കസിൻ ബ്രദേഴ്സ് എല്ലാം വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ്. ഇത്തരം ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ തന്നെ ആ വീഡിയോക്ക് താഴെ ഒരു കമൻ്റായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല, ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്നാണ് നവ്യ നായർ പറഞ്ഞത് എന്ന രീതിയിൽ വലിയൊരു വിശദീകരണ കമൻറ്റ് തന്നെ അമ്മ എഴുതിയിട്ടിരുന്നു. പക്ഷേ അതിലൊന്നും ഇവിടുത്തെ ജനങ്ങൾ അടങ്ങിയിരിക്കുന്ന കോലമില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്ന് നവ്യ നായർക്കെതിരെ രൂക്ഷപരമായ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിവൃത്തികേട് കൊണ്ട് തന്നെയാണ് നവ്യ നായർ ഈ കുട്ടിയെയും അതുപോലെ തന്നെ അമ്മയെയും കൂട്ടി വന്ന് ഓൺലൈൻ മീഡിയക്കാരോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറായത്. ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില നമ്മുടെ പുതിയ നടിമാർക്കെതിരെയും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കെതിരെയും എല്ലാം ഇത്തരം ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യാപകമായി പ്രചരിക്കാറുണ്ട്. അത്തരം ആക്രമണക്കെതിരെ തീർച്ചയായിട്ടും ശക്തമായ നടപടികളും അതുപോലെ തന്നെ മെസ്സേജുകളും എല്ലാം തന്നെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. അത്തരം രീതിയിലുള്ള ആക്രമണമാണ് നമ്മുടെ നവ്യ നായർക്കെതിരെ ഉണ്ടായതെന്ന് നവ്യ നായർ തന്നെ പറയുകയാണ്. തീർച്ചയായിട്ടും നവ്യ നായർക്ക് ഈ ഒരു വീഡിയോവുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പം എനിക്ക് കുറച്ച് അല്ലെങ്കിൽ നവ്യ എന്താ അത്ര ജാട കാണിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയുന്നില്ല. പക്ഷെ അത് എഴുതുന്ന സമയത്ത് ഇവര് ഡാൻസ് കളിച്ച് നിൽക്കുമ്പോ ഇവരുടെ കാലൊടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ. കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം. എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്താണ് വീക്ക് അവർ മീഡിയ അങ്ങനെ എന്തോ ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും അവര് കണ്ടുകൊണ്ട് നിൽക്കാണ് എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് നേരാക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി. 19 ലക്ഷം ആൾക്കാർ കണ്ടു,
പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു. അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത്. നേരായ വഴിയിലൂടെ നല്ല മാർഗത്തില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും. അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു വലിയ അഭിപ്രായമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരിക്കലും ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം, അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ. അത് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവത് ഞാൻ എല്ലാവരും ഇപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം. നിങ്ങൾക്കൊക്കെ പറ്റില്ല, അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും. ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കുറച്ചും കൂടി ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ കമന്റ് പോസ്റ്റുകൾ വായിക്കുന്നതിന് മുന്നേ റിയാലിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും എന്നൊരു ഒപ്പീനിയൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റും ചെയ്യാത്ത നവ്യ നായർ വിശദീകരണം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഇത്തരം വളരെ മോശകരമായ കമൻറ്റിനോട് നവ്യ നായർ പ്രതികരിക്കുകയാണ്. സോ പെയിൻഫുൾ എന്നാണ് പറയുന്നത്. കാരണം ഡാൻസ് ചെയ്യുമ്പോൾ കാല് കൊയഞ്ഞു വീണ് മരിക്കട്ടെ എന്നിവരെയൊക്കെ ആൾക്കാർ കമൻറ്റുകൾ എഴുതി അയക്കുകയാണ്. കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ആരും ചികഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ആ വീഡിയോയിൽ കാണുന്ന ആ ഒരു രംഗവും അതുപോലെ അതിനടുത്ത് കൊടുക്കുന്ന ക്യാപ്ഷനുകളും നിങ്ങൾ കണ്ടു കാണും. ആ കുട്ടിയോട് നവ്യ നായർ ചെയ്ത തെറ്റ് എന്നൊക്കെ പല രീതിയിലുള്ള കമൻറ്റുകളാണ് അത്തരം വീഡിയോക്ക് മുകളിൽ ഒരു കട്ടിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പടച്ചു വിടുന്നത്. ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെയാണ്. കാരണം അവർക്ക് റീച്ചിന് വേണ്ടി മറ്റുള്ളവരുടെ രക്തം കുടിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഓൺലൈൻ പാപ്പരാസികൾ തുടർന്ന് പോരുന്നത് എന്നുള്ളതാണ്. അത്തരം ആൾക്കാരുടെ മുന്നിൽ ഒരു കണക്കിന് നിന്ന് കൊടുക്കാത്തതാണ് നല്ലത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഈ അഖിൽമാരൊക്കെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത്തരം ആൾക്കാർക്ക് മുഖം കൊടുക്കാതെ നടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്കൊരു വൈറൽ കണ്ടന്റാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ എന്ത് സംഭവിക്കുന്നു, ഇത് ഇവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഇവരുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന രീതിയിലൊന്നും തന്നെ അവർ അതിനെ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല. കാരണം ആ കുട്ടിയോടൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒന്നിച്ചെടുക്കാമെന്ന ഒരു ഉപദേശം മാത്രമാണ് നവ്യ നായർ കൊടുത്തത്. കാരണം ഇത്തരം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും മറ്റുള്ള സെലിബ്രിറ്റികളെല്ലാം കാത്തുനിന്ന ഒരു അനുഭവം ഈ നവ്യ നായർക്കുണ്ട്. യുവജനോത്സവ വേദികളിലും മറ്റും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ആ രംഗത്ത് പയറ്റി തെളിഞ്ഞിട്ടാണ് ഈ ഒരു ഘട്ടത്തിലേക്കൊക്കെ നമ്മുടെ നവ്യ നായർ എത്തിയത്. തീർച്ചയായിട്ടും അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് കൂടി ആ നടി പറയുകയാണ്. തീർത്തും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നടി നവ്യ നായർ നിരപരാധിയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ ജീവിതത്തിനെ പറ്റി ഒരുപാട് രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ ഡിവോഴ്സ് ആണ് എന്നും അവർ പിരിഞ്ഞാണ് ഇപ്പോൾ താമസിക്കുന്നതും എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ ഓൺലൈൻ മീഡിയകളിൽ നിങ്ങൾക്ക് വ്യാപകമായ രീതിയിലുള്ള ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ സജീവമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അത്തരം ആൾക്കാരോട് നവ്യ നായർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കതുകൂടി കേൾക്കാം. കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ്. അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ അത് രണ്ടുപേരും വിചാരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഒരൊറ്റ ആൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകും. വളരെ മാന്യമായ ഒരു മറുപടി തന്നെയാണ് നവ്യ നായർ പറഞ്ഞത്. കല്യാണത്തിന്റെ മുന്നേ വിശേഷവും എല്ലാം ഇന്റർവ്യൂകൾക്ക് നവ്യ നായർ പറഞ്ഞിരുന്നു. കല്യാണത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും കാലം ഞാൻ ഒരുപാട് നടിമാരും ഒരുപാട് ആൾക്കാരും പറഞ്ഞത് ഞാൻ കേട്ടത് ഈ ലൈഫ് എന്ന് പറയുന്നത്, വിവാഹത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന രീതിയിലാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നാണ് നവ്യ നായർ പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ ഒരു ഭാഗം നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കി ജീവിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നും, അതുപോലെ തന്നെ മറ്റൊരാൾ കൂടി അവരുടെ പാർട്ട്ണർ ആരാണോ അയാൾ കൂടി അത് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതം എന്ന് പറയുന്ന ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള അർത്ഥവത്തായ കാര്യമാണ് നമ്മുടെ നവ്യ നായർ പറഞ്ഞു വെക്കുന്നത്. അത് നവ്യ നായരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നവ്യ ഇപ്പോൾ അത് പറഞ്ഞത്. കാരണം അവരുടെ ജീവിതത്തിലും ദാമ്പത്യത്തിലും ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് അവർ രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത്. പക്ഷേ നിയമപരമായിട്ട് അവർ ഇപ്പോഴും ഡിവോഴ്സോ അത്തരം കാര്യങ്ങളിലേക്കോ നീങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ ഉദാഹരിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഇടയിലും
ഇത്തരം മനസ്സിലാക്കൽ എന്ന് പറയുന്ന പ്രക്രിയയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് അവരുടെ ജീവിതത്തിലും ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു പാർട്ണറെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരം പ്രോസസ്സ് സുഗമമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നവ്യ നായർ പറയുന്നത്. തീർച്ചയായിട്ടും ഇനി ഭാവി ജീവിതത്തിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും അവരുടെ ഭർത്താവിന് നമ്മുടെ നവ്യയെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.